ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ഉച്ചയൂണിന് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് തനി നാടൻ ഒരു ഉച്ചയൂണാണ് ഇവിടെ ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്കിതിനായിട്ട് നമ്മൾ ഒരു തക്കാളിയും ചെമ്മീൻ്റെയും ചാറുകറിയും പിന്നെ മൾബറി ഇലയുടെ തോരനുമാണ് നമ്മളിന്ന് അതിനായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ആദ്യം തക്കാളിയും ചെമ്മീനും ചാറ് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്ക ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം ചെമ്മീൻ നന്നായിട്ട് കളറൊക്കെ മാറി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിതിൻ്റെ തലയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ്റെ ചൂടൊക്കെ ആറി ഞാനതിൻ്റെ തലയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മൺചട്ടിയിലേക്ക് 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി പഴുത്ത തക്കാളി വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക്, നമ്മൾ എരിവ് അനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിൽ നിന്ന് ഒരു കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചേക്കണം. നമുക്കിതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് വേണ്ടി ചേർക്കാനാണ്. ഇതിനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് തക്കാളിയും ചെമ്മീനും വേവുന്ന സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉണക്ക ചെമ്മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് അരയാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇനി അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടി വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറു തീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് കറിക്ക് വേണ്ടി കടുക് താളിക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനായിട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരല്പം മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആ കടുക് താളിച്ചൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഉണക്ക ചെമ്മീൻ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മൾ ആ അരപ്പിൻ്റെ കൂടെ ചെമ്മീൻ ചേർത്തുകൊണ്ട് അച്ചാറിനൊക്കെ നല്ല സ്വാദാണ്. അപ്പം നമുക്കിനി അടുത്ത കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടുത്തായിട്ട് നമ്മൾ തോരന് വേണ്ടി മൾബറിയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടി നമ്മൾ മൾബറിയുടെ കിളിർന്നില വേണം എടുക്കാനായിട്ട്. ഈ മൾബറിയുടെ ഇല ഷുഗർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ ഇതിനൊക്കെ വളരെ ഉത്തമമായ ഒരു മരുന്ന് കൂടിയാണിത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മൾബറിയുടെ ഇല ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരമുറി സവോള, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇത് ഒരു അല്പസമയം നേരത്തേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. നമുക്ക് ഈ മൾബറിയുടെ ഇലയിലേക്ക് നമ്മുടെ തേങ്ങയുടെ സത്തൊക്കെ എണ്ണ ഇറങ്ങുന്നത് വരെ നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൾബറിയുടെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മൂടി വെച്ച് പിന്നെയും വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്.
അങ്ങനെ നമ്മുടെ മൾബറി ഇലയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ശരീരത്തിനൊക്കെ വളരെ ഗുണങ്ങളുള്ള ഒരു ഇലക്കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ തനി നാടൻ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിൽ തക്കാളിയും ചെമ്മീനും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മൾബറിയുടെ ഇലയാണെങ്കിലും നമ്മുടെ കുട്ടികളുടെയൊക്കെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിന് ഞാൻ വളരെയധികം നന്ദിയുണ്ട്. അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.